ഇറാനിപ്പോൾ ഇറാൻ വിഷമിച്ചു, തല്ലുകൊണ്ട് വിഷമിച്ചു. ശരി, തല്ലുകൊണ്ട് വിഷമിച്ചു, അതുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ ഞാൻ തല്ലു എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? എന്ത് കാര്യമാണ്? ഗൾഫ് കൺട്രീസിനെ ആക്രമിച്ചു, അവിടെ അമേരിക്കയുടെ ബേസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജോർഡാനെ ആക്രമിച്ചതിന്, തുർക്കിയെ ആക്രമിച്ചതിന്. തുർക്കിയിൽ ബേസ് ഉണ്ടാവാം, പക്ഷേ ബേസ് ഉള്ളതുകൊണ്ടൊന്നും അല്ല തുർക്കിയെ ആക്രമിച്ചു. ഇരിക്കട്ടെ നിൻ്റെ തലയിൽ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടാണ്. ഇറാൻ വെറുതെ വിട്ടത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും മാത്രമാണ്. ബാക്കി സകലമാന രാജ്യങ്ങളിലേക്കും അവർ മിസൈൽ വിട്ടു. ഇപ്പം മിസൈൽ തീർന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപിന് നേർക്ക് വിടേണ്ടതല്ലേ? മുൻ US പ്രസിഡൻറ്റുമാരെല്ലാം ഉപ്പുവെള്ളത്തിൽ കിടക്കുകയാണ്. എബ്രഹാം ലിങ്കൺ, ജോർജ് ബുഷ്, ജെറാൾഡ് ഫോർഡ്, ഈ കപ്പലുകൾ മുഴുവൻ ഉപ്പുവെള്ളത്തിൽ കിടക്കും. ഒരു ഹൈപ്പർസോണിക് മിസൈൽ അടിച്ച് തീർക്കരുതോ ഇറാന്? തീർക്കുന്നില്ല. കാരണം ലോഞ്ചറില്ല, മിസൈലില്ല, കാലിയായി ഇറാൻ. വലിയ പ്രയാസത്തിലായി. ഒരു രീതിയിൽ നമുക്ക് കഷ്ടവും തോന്നും. ഇത്ര നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റോടെ ഇവിടം വരെയൊക്കെ എത്തി. പക്ഷേ അവരുടെ അമേരിക്കയുടെ കാൽക്കുലേഷൻ അതായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ തീരും. ഇതൊക്കെ ഇസ്രായേലിൻ്റെ ബുദ്ധിയാണ്. ഇസ്രായേൽ ഇവരുടെ മിസൈൽ തകർക്കുന്നതിന് പകരം ഇസ്രായേൽ പറഞ്ഞു, മിസൈൽ തകർത്തിട്ട് കാര്യമില്ല, മിസൈൽ ലോഞ്ചർ തകർക്കുക. ഒരു ലോഞ്ചർ വെച്ചിട്ട് കൂടെ നിങ്ങൾക്ക് മിസൈൽ അയക്കാം. ലോഞ്ചർ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? മിസൈലേ അയക്കാൻ പറ്റില്ല. മിസൈലുണ്ട്, ലോഞ്ചറില്ല, എന്ത് ചെയ്യും? അപ്പോൾ ആ രീതിയിൽ ലോഞ്ചറുകൾ തകർത്ത് ഇവരുടെ കപ്പാസിറ്റി കുറച്ച് കൊണ്ടുവന്നു. വലിയ ഓപ്പറേഷനാണ് നടന്നത്. ബട്ട് ഇതിൽ പരമരഹസ്യമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ഇറാനിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്നു. എത്ര 44-ാം ദിവസമാണ് ഇന്ന് ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ട്. വാസ്തവത്തിൽ പഴയ രീതിക്കാണെങ്കിൽ ഇറാനിൽ അതിഭയങ്കരമായ ബഹുജന പ്രക്ഷോഭം നടക്കുന്നുണ്ടാവണം. ബട്ട് അത് അവർ മൂടി വയ്ക്കുന്നു. അങ്ങനെയാണ്.